അഴിമതി നിറഞ്ഞ കുത്തഴിഞ്ഞ ഭരണത്തിനെതിരെ പ്രബുദ്ധരായ കുഴിവേലിയിലെ ജനം വിധിയെഴുതുമെന്ന് SDPI മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സഫീർ കുരുവിനാൽ പറഞ്ഞു. SDPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തസ്നി അനസ് വെട്ടിക്കലിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഈരാറ്റുപേട്ട വാർത്തയോട് സംസാരിക്കുകയായിരുന്നു സഫീർ. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് 100% 16-ാം വാർഡിൽ SDPIയുടെ ജനപ്രതിനിധി ജയിക്കും തന്നെയാണ്. കാരണം ഈരാറ്റുപേട്ടയിൽ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിന് ശേഷം SDPIയുടെ 4 കൗൺസിലർമാർ വന്നു. മുൻ ചെയർമാൻ PM റഷീദ് ഉൾപ്പെടെ ഭരണ സംവിധാനത്തോടിരിക്കുന്ന സമയത്ത് ഈരാറ്റുപേട്ടയിൽ 500ഓളം ഭവന പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ കൊടുക്കുകയുണ്ടായി. നമുക്കറിയാം, അതിനുശേഷം ഭരണം മാറി വന്നു. UDF സംവിധാനത്തിലെ ചെയർപേഴ്സണായ സുഹ്റ അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ UDF ഭരണ സംവിധാനം വന്നു. അതിനുശേഷം നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ 50 വീട് പോലും അവർക്ക് ഈ 4 വർഷം കൊണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈരാറ്റുപേട്ടയിൽ നമുക്കറിയാം, മുനിസിപ്പാലിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് വന്നാൽ പോലും ഇവിടെ സ്റ്റാഫുകളില്ലാത്ത ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെക്രട്ടറി ഉണ്ടെങ്കിൽ സൂപ്രണ്ടില്ല. ഈ ഒരു സംവിധാനമാണ്, അതായത് കുത്തഴിഞ്ഞ ഒരു ഭരണമായാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ. ഞാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊന്ന് കയറി നോക്കിയാൽ അറിയാം, ഒരു രീതിയിലും അംഗീകരിക്കാത്ത അഴിമതിയുടെ കൂമ്പാരമായി ഈ ഭരണ സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവേചനമില്ല. ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്ന പോലും വിവേചനമില്ലാത്ത വികസനത്തിന് SDPI സാരഥികളെ വിജയിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ഇലക്ഷൻ്റെ മുദ്രാവാക്യം. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ സർക്കാർ വക ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയിക്കൊണ്ടു. അതിവിടുത്തെ ഭരണ സംവിധാനത്തിലിരിക്കുന്ന ഭരിക്കുന്ന UDFന്റെ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ നമുക്കറിയാം പ്രൈവറ്റ് സ്റ്റാൻഡ്. ഈ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അനുഭവം നമുക്കറിയാം. ഒരു പൊതുജനം കയറി നിന്നാൽ പോലും പൊളിഞ്ഞു വീഴാറായ ഒരു പ്രൈവറ്റ് സ്റ്റാൻഡാണ് അവിടെ നിൽക്കുന്നത്. അതിലോട്ട് ഇവരുടെ ഭരണ വികസനം അല്ലെങ്കിൽ വിപ്ലവം ആക്കി തീർക്കാൻ വേണ്ടി ഒരു ട്രാഫിക് സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് പാവപ്പെട്ട മലയോര മേഖലയിൽ നിന്നും വരുന്ന, അതുപോലെ നമ്മുടെ സമീപ പഞ്ചായത്ത് പ്രദേശത്ത് നിന്ന് വരുന്ന പൊതുജനത്തിനെ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് തള്ളിവിട്ടുകൊണ്ട് അവിടെ ഏത് സമയം കെട്ടിടം നിലം പത്താറുന്ന അവസ്ഥയിലാണ് ഇവരുടെ ഭരണ വികസനം ഈരാറ്റുപേട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുവായി ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്കറിയാം SDPIയുടെ കൗൺസിലർമാരെ കുറിച്ചും ബാക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൗൺസിലർമാരുടെ അഴിമതിയെക്കുറിച്ചും ഒക്കെ അറിയാം. നമുക്ക് ഒരു ഉദാഹരണത്തിന് 1-2 കാര്യം ഞാൻ പറയാം. നടക്കിൽ ഉപ്പം നമ്മൾ മത്സരിക്കുന്ന വാർഡ് 16-ാം വാർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് 1500ഓളം സ്കൂൾ കുട്ടികൾ ഗൈഡൻസ്, അതുപോലെ ദാറുൽ ഖുർആൻ അൽ ഫിത്ര എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ദിവസങ്ങളോളം 10-20 സ്കൂൾ ബസ്സുകൾ പോകുന്ന ആ വഴി ഏകദേശം 1.5 വർഷമായതേ ഉള്ളത് ടാറിങ് പൂർത്തീകരിച്ചിട്ട്. ഇന്ന് ആ റോഡിൻ്റെ അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്കണം. പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്നു. എവിടെ നോക്കിയാലും അഴിമതിയുടെ മുഖമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈരാറ്റുപേട്ടയിലെ പ്രബുദ്ധരായ, പ്രത്യേകിച്ച് 16-ാം ഡിവിഷനിലെ പ്രബുദ്ധരായ ജനം ഈ വരുന്ന ഡിസംബർ മാസം 10-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ SDPIക്ക് അനുകൂലമായി വിധി എഴുതും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 100% ഞങ്ങളുടെ സ്ഥാനാർത്ഥി 11-ാം തീയതി ജയിച്ച് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്തുമെന്ന് യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. 100% ഞങ്ങളുടെ വിജയം ഉറപ്പാണ്.